അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഇനി ബുഖാരിയിലെ ഒരു ഹദീസ്, ആ ഹദീസ് നമ്മൾക്ക് ഇങ്ങനെ വായിക്കാം. ഫകാക്കുൽ അസീർ, ബന്ധിതനെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അദ്ധ്യായത്തിൽ 3046 ഹദീസായിട്ടാണ് ഇമാം ബുഖാരി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. അതിൽ പറയുന്നത് നബി മൂസ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫുക്കുൽ ആനിയ വ അത്ഇമുൽ ജാഇഅ വ ഊദുൽ മരീദ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഫുക്കുൽ ആനിയ, നിങ്ങൾ ബന്ധിതനെ മോചിപ്പിക്കണം. വ അത്ഇമുൽ ജാഇഅ, വിശക്കുന്നവന് ഭക്ഷണം നൽകണം. വ ഊദുൽ മരീദ, രോഗിയെ സന്ദർശിക്കണം. അപ്പോൾ 3 കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് ഫക്കുൽ ആനി, ബന്ധിതനെ മോചിപ്പിക്കുക. രണ്ടാമത്തത് ഇത്ആമു തആം, ഭക്ഷണം നൽകുക, വിശക്കുന്നവന് ഭക്ഷണം നൽകുക. മൂന്നാമത്തത് ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കാം. ഇവിടെ മുസ്തഫ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സാധാരണ നമ്മൾ മലയാളത്തിലെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, പുല്ലൂട്ടയിലെ പട്ടിയെ പോലെ എന്നാ. പുല്ലൂട്ടയിലെ പട്ടി എന്താണ് ചെയ്യുക? പട്ടി പിന്നെ പുല്ലൊന്നുമില്ല, എന്നാൽ പശുവിനെ പുല്ല് തിന്നാൻ സമ്മതിക്കാവില്ല എന്നതാണ് ഇവിടെ യഥാർത്ഥത്തിൽ മുസ്തഫയുടെ റോള്. അദ്ദേഹം ബുഖാരിയിൽ എവിടെയൊക്കെ തനിക്ക് വിമർശിക്കാൻ പറ്റിയ ഹദീസ് ഉണ്ടോ എന്ന് പരതി നോക്കുക. അങ്ങനെയാണല്ലോ ചില ആളുകൾ. ഈച്ച 2 തരം ഈച്ച ഉണ്ട്. ഒരു ഈച്ച പോയി ഇരിക്കുക മലിന സാധനങ്ങളിലാണ്. ആ ഈച്ചയെ നമ്മൾ സാധാരണ ആട്ടി ഓടിക്കുക ചെയ്യുക. നമ്മളടുത്തൊന്നും ഇരുത്തൂല. ഭക്ഷണത്തിൻ്റെ അടുത്ത് വന്നാൽ അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിൽ എവിടെയും വന്നാലൊക്കെ നമ്മൾ ആട്ടി ഓടിക്കും. വേറെ തരം ഈച്ച ഉണ്ട്, തേനീച്ചയാണത്. ആ തേനീച്ച ഒരിക്കലും മലിനമായിട്ടുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കല്ല ചെയ്യുക. ആ ഈച്ച ചെയ്യണത് എവിടെയാണ് തേനും പൂമ്പൊടിയും ഉള്ളത്, അത് തിരഞ്ഞു നടന്ന് അത് തേനും പൂമ്പൊടിയും ശേഖരിച്ച് കൂട് കെട്ടി ആ കൂട്ടിൻ്റെ അറകൾ രൂപപ്പെടുത്തി അതിൽ ഈ തേന് കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ട് ആ തേനിൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗത്തിൽ അതിനെ അരക്ക് കൊണ്ട് ഉറപ്പിക്കുകയും മറുഭാഗത്ത് റാണിയിടുന്ന മുട്ടകൾ വിരിയാൻ പാകത്തിൽ ഈ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന കുട്ടികൾക്ക് പുറത്തേക്ക് വരാനും അവർക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ വായു സഞ്ചാരം കിട്ടാനുമൊക്കെ പാകത്തിൽ ഒരു അരക്കും അല്ലെങ്കിൽ അതുപോലെ തന്നെ പൂമ്പൊടിയും കൂട്ടി ഘടിപ്പിച്ചുകൊണ്ട് അതിനെ അറകൾ രൂപപ്പെടുത്തുകയാണ് അവർ ചെയ്യുക. അപ്പോൾ 2 തരം ഈച്ചുള്ളതുപോലെ 2 തരം മനുഷ്യന്മാരും ഉണ്ട്. എവിടെയാണ് പുഴുക്കുത്തുള്ളത് നോക്കി നടക്കുന്ന ആളുകൾക്ക് അതേ അവരുടെ ചിന്തയിൽ വരുള്ളൂ. ചോര ഉള്ളവർ അകിടിൻ ചുവട്ടിലും പാലുള്ളവർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ അവസ്ഥ എന്ന് പറഞ്ഞത്. പാലുണ്ടായിരിക്കെ തന്നെയാണ് കൊതുക് ഈ മൃഗങ്ങളുടെ അകിട്ടിൽ പോയിട്ട് രക്തം ഊറ്റി കുടിക്കുന്നത്. ഈ അവസ്ഥ ചില മനുഷ്യന്മാരുടെ വിധി അങ്ങനെയാണെന്ന് അവരെ പറ്റി പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഇമാം ബുഖാരി ഈ ഹദീസുകൾ ഉദ്ധരിക്കുന്ന ഇത്തരം ഹദീസുകൾ യഥാർത്ഥത്തിൽ അത് ആശയപരമായിട്ട് അല്ലെങ്കിൽ മറ്റ് രീതിയിലൊന്നും ഇസ്ലാമിക വിരുദ്ധമല്ല മാത്രമല്ല, അതിലൂടെയൊക്കെ ചില തത്വങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് അവർ ഈ ഹദീസുകളെ അധിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് അവർ അതിൻ്റെ പിന്നാലെ മാത്രമേ പോവുള്ളൂ. എന്നാൽ മനുഷ്യന് പ്രയോജനപ്രദമായിട്ടുള്ള, മനുഷ്യനെ പരസ്പരം സഹായിക്കേണ്ടുന്ന, അവൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചെടുക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഉള്ള ഒരുപാട് ഹദീസുകൾ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. ഇതൊന്നും ഇവർക്ക് പിടിക്കൂല. കാരണം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന് മഹത്വം വെളിപ്പെട്ടു പോകും. അപ്പോൾ ആളുകൾ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുകയും പുറത്തുള്ളവർ ഇസ്ലാമിലേക്ക് വരികയൊക്കെ ചെയ്യുമല്ലോ.
അത് നടക്കരുത് എന്നുള്ളതാണ് ഇവരുടെ താല്പര്യം. കാരണം ഇസ്ലാം ഓരോ മതക്കാരനും അവൻ നിൽക്കണ മതത്തിൽ നിന്നാൽ മതി എന്നതാണ് മുസ്തഫയുടെ തിട്ടൂരം. അതുകൊണ്ട് മുസ്തഫയിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു ഹദീസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ ഇവിടെ ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഈ ഹദീസിൽ പറയുന്ന ഈ 3 കാര്യങ്ങൾ, ഒന്ന് അസീറിനെ ബന്ധിതനെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. ബന്ധനം എന്ന് പറയുമ്പോൾ യുദ്ധത്തിലുള്ള ബന്ധിതനാവാം, വേറെ രീതിയിലുള്ള ബന്ധനങ്ങളുമൊക്കെ ആവാം. നമ്മളെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇന്ന് ഓരോ നാടുകളിലും പല പേരിലും യുവാക്കളടക്കമുള്ള ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ ജയിലിൽ പിടിച്ചിട്ടിട്ട് അവർക്ക് ജാമ്യം പോലും നൽകാതെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നമ്മളുടേത്. ഇന്ത്യയിൽ തന്നെ ധാരാളം മുസ്ലിം ചെറുപ്പക്കാർ, അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട അധസ്ഥിതരായിട്ടുള്ള വിഭാഗങ്ങളിലൊക്കെ പെട്ട ഒരുപാട് ചെറുപ്പക്കാർ ജയിലിലാണ്. എന്താണ് അവർ ചെയ്ത കുറ്റം? കാര്യമായിട്ടൊരു കുറ്റം ചെയ്തിട്ടുണ്ടാവില്ല. പോലീസുകാരൻ അവൻ്റെ ഇംഗിതത്തിനനുസരിച്ച് അവരുടെ പേരിൽ എന്തൊക്കെയോ FIR എഴുതി ഉണ്ടാക്കുന്നു, കുറ്റങ്ങൾ ചുമത്തുന്നു, എന്നിട്ട് അവനെ കൊണ്ടുപോയി ജയിലിലിടുന്നു. ഇനി അഥവാ ഇവർ ഈ ജാമ്യത്തിന് അപേക്ഷിച്ചാലോ, അവിടെ പിന്നെ ഗവൺമെൻറ് സടകുടഞ്ഞ് നേരിട്ടിട്ട് അവർക്ക് ജാമ്യം കൊടുക്കുന്നത് തടയാനുള്ള എല്ലാ ഉപജാപങ്ങളിലും അവർ ഏർപ്പെടുകയും ചെയ്യും. ഇതാണ് ഇന്നത്തെ ഗവൺമെൻറ്റുകളുടെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ആളുകളെ ഈ ബന്ധനങ്ങളിൽ നിന്ന്, ജയിലുകളിൽ നിന്നൊക്കെ മോചിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന ഏറ്റവും ജനോപകാരപ്രദമായിട്ടുള്ള സംഗതിയാണ്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും കണ്ടമാനം ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ അടക്കം നമ്മൾക്ക് കാണാൻ കഴിയും. ദാരിദ്ര്യരേഖയ്ക്ക് ചുവടെയുള്ള ആളുകൾ. ഈ ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത്, അവരും ഭക്ഷണം ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷേ അവർക്ക് വേണ്ട വിധത്തിൽ ഭക്ഷണം കിട്ടാനുള്ള മാർഗ്ഗമല്ല. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണ്? അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് അവിടെ ഏറ്റവും വലിയ പുണ്യകരമായിട്ടുള്ള സംഗതിയാണ് ഇസ്ലാം കാണുന്നത്, പഠിപ്പിക്കുന്നത്. ഇനി അതുപോലെ തന്നെ രോഗശയ്യയിൽ കിടക്കുന്ന, രോഗമെന്ന് പറയുന്നത് പല രീതിയിലുള്ള രോഗങ്ങളുണ്ടാവാം. നിസ്സാരമായ രോഗങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള രോഗങ്ങളുണ്ടാവാം. ഇവിടെ രോഗം ഗുരുതരമാണോ അല്ലേ എന്നതുപോലും പ്രശ്നമല്ല. രോഗിയാണോ അയാളെ സന്ദർശിക്കുകയും അയാൾക്ക് വേണ്ട സൗകര്യങ്ങൾ, ചികിത്സ അടക്കമുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യാന്നുള്ളത് അവരോട് ചെയ്യുന്ന സഹായത്തിൻ്റേതായിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇസ്ലാം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതൊന്നും കണ്ടെത്താനുള്ള കണ്ണ് ഇവർക്കില്ലാതെ പോയി എന്നുള്ളത് അവരുടെ ഗതികേട് എന്നേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. കാരണം അതിലൊക്കെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള അജണ്ടയുമുണ്ട്. ആ അജണ്ടയായിട്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് അവരിൽ നിന്ന് അത്തരത്തിലുള്ള ഹദീസുകൾ ഒരിക്കലും അവർ ഉദ്ധരിച്ചിട്ട് ആളുകളെ ആ നിലക്ക് ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്ന യാതൊരു പ്രതീക്ഷയും അവരുടെ കാര്യത്തിൽ വെച്ച് പുലർത്തേണ്ടതില്ല. മാത്രമല്ല അവരുടെയൊക്കെ മുസ്തഫൻ്റെ ഒക്കെ അഭിപ്രായം അനുസരിച്ച് ഈ ഹദീസൊക്കെ രാജാക്കന്മാർക്ക് വേണ്ടി കെട്ടിണ്ടാക്കിയാണല്ലോ. രാജാക്കന്മാർക്ക് വേണ്ടി കെട്ടിണ്ടാക്കിയതാണ് എന്ത്? ഈ രാജാക്കന്മാർ തന്നെ പിടിച്ച ജയിലിലിടുന്ന അല്ലെങ്കിൽ ബന്ധിതരാക്കുന്ന ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടി, പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി, രോഗികളെ സന്ദർശിക്കാൻ വേണ്ടിയൊക്കെ നിർദ്ദേശിക്കുന്ന ഹദീസുകൾ എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നതിൻ്റെ പൊരുളെന്താണ്? അതും ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ അവരിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഏതായിരുന്നാലും ഇങ്ങനെയുള്ള ഒരുപാട് ഹദീസുകൾ നമ്മൾക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഈ കൂട്ടത്തിൽ എന്ന് മാത്രമാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്.